ഉക്രൈനെ ആക്രമിച്ച് റഷ്യ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് നാറ്റോ രാജ്യങ്ങളിലേക്കാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധം അകലെയല്ല എന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നീക്കം. ഈ മാസം ഉക്രൈൻ അല്ലാത്ത രാജ്യങ്ങളുടെ വ്യോമ അതിർത്തിയിൽ റഷ്യൻ വിമാനങ്ങൾ പ്രവേശിച്ച 3 പ്രധാന സംഭവങ്ങളാണ് ഉണ്ടായത്. സെപ്റ്റംബർ 19-ന് 3 റഷ്യൻ MiG-31 ജെറ്റുകൾ ഫിൻലൻഡ് ഉൾക്കടലിലൂടെ 12 മിനിറ്റോളം എസ്തോണിയൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചു. അന്ന് നാറ്റോ വിമാനങ്ങൾ അവയെ തടഞ്ഞെങ്കിലും വെടിവെച്ചില്ല. കഴിഞ്ഞ ആഴ്ച റഷ്യയുടെ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ച് ഉള്ളിൽ കടന്നുവെന്ന ആരോപണവും ഉണ്ടായി. റഷ്യയുടെ 19 ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ഭേദിച്ച് കയറി. ഇവയെ മുഴുവൻ നാറ്റോ സേന വെടിവെച്ചിടുകയും ചെയ്തു. അതേസമയം പോളണ്ടിനെതിരെ ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് ഒരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല എന്നും ഡ്രോണുകൾ ഉക്രൈനെ ലാക്കാക്കി അയച്ചതാണെന്നും റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നു. റേഡിയോ ഫ്രീക്വൻസി ജാമാക്കി ഉക്രൈൻ തന്നെ ഈ ഡ്രോണുകളെ പോളണ്ടിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്നാണ് റഷ്യയുടെ ആരോപണം. പോളണ്ടിനെ ആക്രമിക്കുന്ന തങ്ങളുടെ പദ്ധതി അല്ലെന്ന വാദത്തിൽ റഷ്യ ഉറച്ചു നിൽക്കുകയുമാണ്. പോളണ്ട് നാറ്റോ ഉടമ്പടിയിലെ 4-ാം ആർട്ടിക്കിൾ പ്രകാരം നാറ്റോ അംഗങ്ങൾ തങ്ങൾക്ക് സുരക്ഷയൊരുക്കണമെന്നത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേവലം ഉക്രൈൻ റഷ്യ എന്നതിൽ നിന്നും റഷ്യ നാറ്റോ എന്ന നിലയിലേക്ക് യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിടുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നാൽ പോളണ്ടിന് പിന്നാലെ മറ്റൊരു നാറ്റോ രാജ്യത്തിന്റെ വ്യോമാതിർത്തി റഷ്യയുടെ യുദ്ധവിമാനം ലംഘിച്ചുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 21-ന് സമാനമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പോളണ്ടിന് പുറമെ അയൽ രാജ്യങ്ങളായ ലിത്വാനിയയും ലാത്വിയയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യോമാതിർത്തികൾ ഭാഗികമായി അടച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ബെലാറസിനും റഷ്യയുടെ കലീനിൻഗ്രാഡ് എക്സ്ക്ലൂസീവിനും ഇടയിലുള്ള നാറ്റോയുടെ ഏറ്റവും ദുർബലമായ പ്രദേശമായ സുവാൽക്കി ഇടനാഴിയിലെ റഷ്യൻ സൈനികാഭ്യാസം അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയവും പ്രത്യേകം നിരീക്ഷിച്ചു വരികയാണ്. കാര്യങ്ങൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് വിലയിരുത്തൽ. കാരണം ഈ നാറ്റോ ആക്രമണം കടുപ്പിക്കുന്നതിന് മുൻപ് ആണവ ആക്രമണങ്ങളിലേക്ക് കടക്കുക മാത്രമേ റഷ്യയ്ക്ക് വഴിയുള്ളൂ. റഷ്യ അവരുടെ അടുത്ത സൗഹൃദമുള്ള രാജ്യമായ ബെലാറസുമായി ചേർന്ന യുദ്ധ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. റഷ്യയുടെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനങ്ങളെ നേരിടുന്നതിൽ നാറ്റോയുടെ പ്രതികരണങ്ങൾ റഷ്യ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്കൊന്നായിരിക്കുമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. യുദ്ധം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ സമാധാന ശ്രമങ്ങൾ എവിടെയും എത്തിയില്ലെന്ന് വന്നതോടെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്ലെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണച്ചിരുന്നില്ല. ഉക്രൈൻ എന്ന കാരണം ചൂണ്ടിക്കാട്ടി റഷ്യ എന്ന നിതാന്ത ഭീഷണിയെ ഇല്ലാതാക്കാനാണ് യൂറോപ്പ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ റഷ്യയും ബെലാറസും സംയുക്തമായി തുടങ്ങിയ വലിയ തോതിലുള്ള സൈനികാഭ്യാസങ്ങളും കിഴക്കൻ യൂറോപ്പിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ സൈനികാഭ്യാസം നടക്കുന്നത്. 2021-ൽ നടന്ന അവസാന അഭ്യാസത്തിൽ റഷ്യ ഏകദേശം 2 ലക്ഷം സൈനികരെയാണ് അണിനിരത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന അഭ്യാസത്തിൽ ആണവായുധങ്ങളും അതുപോലെ തന്നെ റഷ്യയുടെ ഏറ്റവും പുതിയ ഒറഷ്നിക് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്നത്. ലോകത്ത് ഒരു രാജ്യത്തിനും തടുക്കാൻ കഴിയാത്ത ആധുനിക മിസൈലാണ് ഒറഷ്നിക്. ഉക്രൈനുമായുള്ള സംഘർഷത്തെ മുൻനിർത്തി റഷ്യയെ തീർക്കുക എന്ന നിലപാടിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഫ്രാൻസും UK-യും ജർമ്മനിയും ഇതിനു മുൻപന്തിയിൽ നിൽക്കുന്നു. ഫ്രാൻസും UK-യും 10,000 ഭടന്മാരെ ഉക്രൈനിലേക്ക് അയക്കുകയും ചെയ്തു. യൂറോപ്പിന്റെ ഈ നീക്കങ്ങൾക്ക് US-ന്റെ നിശബ്ദ പിന്തുണയുമുണ്ട്. ഫ്രാൻസ്, UK, US പട്ടാള ജനറൽമാർ തമ്മിൽ പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ ഭാഗമായാണ്. റഷ്യൻ പട്ടാളത്തെ ആക്രമിക്കാൻ തന്നെയാണ് പട്ടാളക്കാരെ ഇറക്കുന്നത്. അങ്ങനെയെങ്കിൽ US-നെയും UK-യും ഫ്രാൻസിനെയും ആക്രമിക്കുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം വഴിതെളിയിക്കുന്നത് വലിയൊരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലായി തന്നെയാണ്.